വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2025 ജനുവരി 2 മുതൽ ഫെബ്രുവരി 28 വരെ സംഘടിപ്പിക്കും. ഭാഗികമായോ പൂർണ്ണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം. ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. പ്രസിദ്ധമായ കാളിയാറോഡ് പള്ളിജാറം ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടികയറി. ശനിയാഴ്ചയാണ് കാളിയാറോഡ് ചന്ദനക്കുടം നേർച്ച. മതസൗഹാർദ്ദത്തിന് പ്രസിദ്ധിയാർജിച്ച കാളിയാറോഡ് പള്ളിചാറം ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ലുഹർ നമസ്കാരത്തിന് ശേഷം നടന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാളിയാറോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും പള്ളി ഖത്തീബും 4 മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ശനിയാഴ്ചയാണ് ചന്ദനക്കുടം നേർച്ച. പുലാക്കോട് പങ്ങാരപ്പള്ളി, കാളിയാറോഡ്, തൃക്കണായ, എളനാട് കിഴക്കുമുറി എന്നീ മഹലുകളാണ് നേർച്ച നടത്തിപ്പിലെ മുഖ്യ പങ്കാളികൾ. കൂടാതെ മറ്റ് പുറം മഹലുകളിൽ നിന്നും വിവിധ യുവജന സാംസ്കാരിക കമ്മിറ്റികളുടേതായ 100 കണക്കിന് നേർച്ചകളാണ് ഗജവീരന്മാരുടെയും താളമേള വർണ്ണങ്ങളുടെയും അകമ്പടിയോടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്നത്. എല്ലാ വർഷവും ഇവിടെ ഈ പള്ളിയും മക്കാമും പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന
കാളിയാറോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നേർച്ച വളരെ വിപുലമായി ഇന്ന് തുടക്കം കൊടുക്കുകയാണ്. സർവ മതസ്ഥരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശാകേന്ദ്രമായി മാറിയ വലിയ അറിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണല്ലോ കാളിയാറോഡ്. ഇവിടെ വരുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഇവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ 3 ദിവസം വളരെ വിപുലമായ അന്നദാനം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ അന്നദാനത്തിനപ്പുറം നിരവധി രോഗികളെ ചികിത്സാ സഹായവും നിരാലംബരായ ആളുകൾക്ക് മറ്റ് വിധേനയുള്ള വിവിധ സഹായങ്ങളും ഇവിടെ കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റികൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ ഈ ഗ്രാമത്തിൽ, ഈ പ്രദേശത്ത് എല്ലാ മതവിഭാഗങ്ങളുടെയും ആശാകേന്ദ്രമായി ഈ കാളിയാറോഡ് അന്വേഷണം കൊള്ളുന്ന മഹാനായ ശൈഖിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം കൊള്ളുന്ന മക്ബറയിൽ നടക്കുന്ന നേർച്ചയുടെ തുടക്കം ഇന്ന് ഇവിടെ കുറിക്കപ്പെടുകയാണ്. ഈ നേർച്ചകൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നു. സർവശക്തൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഈ അന്നദാനവും മറ്റ് കർമ്മങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. CCV ന്യൂസ് ചേലക്കര.